ഹായ് കൂട്ടുകാരെ, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. കാരണം ഞാനിത് ഡിന്നർ ബോക്സിൽ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു ഞാനിതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടുന്നുണ്ടെന്ന്. അതാണിത്. അപ്പം ഇതിൻ്റെ റെസിപ്പി കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. അവൾ പഞ്ചാബുകാരിയാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് എനിക്ക് എങ്ങനെ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി എന്ന് കാണിച്ചു തന്നത്. അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള വെജിറ്റബിൾ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതിലും കൂടുതൽ വെജിറ്റബിൾ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. കോളിഫ്ലവർ, ക്യാബേജ്, എന്തും. അപ്പം എൻ്റെ കയ്യിൽ ഇന്നുണ്ടായിരുന്നത് പൊട്ടറ്റോയും സവോളയും ക്യാരറ്റും ഒക്കെയാണ്. അപ്പം ഞാൻ ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്തു. എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾ എല്ലാം കൂടി ഒന്ന് ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുക. ഇത് ഞാനൊരു 10 to 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തന്നെ എല്ലാം നല്ലതായിട്ടൊന്ന് കുക്കായി കിട്ടി. പക്ഷേ ഇതിലേക്ക് ഞാനൊരു കാര്യം ഇടാൻ മറന്നുപോയി. എൻ്റെ കയ്യിൽ ടൊമാറ്റോയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുറച്ച് വേവാനുള്ള സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാനത് സെപ്പറേറ്റ് ആണ് വേവിച്ചെടുത്തത് കേട്ടോ. ഇതിലേക്ക് പിന്നെ ഞാൻ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത പൊടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഇതെല്ലാം ഞാൻ കുറച്ചായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നമ്മളൊരു കറിയല്ലല്ലോ ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ കാണിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ കറിയിൽ നിന്നും ഈ വെജിറ്റബിൾ ബിരിയാണിയെ വ്യത്യസ്തമായിട്ട് മാറ്റി നിർത്തുന്നത് ഈ പൊടി നമ്മൾ ലേശം മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ടേസ്റ്റും കൂടുതലായിരിക്കും. എൻ്റെ കയ്യിൽ ഇത്രയും വെജിറ്റബിൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ആഡ് ചെയ്തത്. നിങ്ങളുടെ കയ്യിലുള്ള ബീൻസ് എല്ലാം ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാ പൊടിയും ആഡ് ചെയ്ത് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തായിരുന്നു ഞാൻ തക്കാളിക്കയുടെ കാര്യം ഓർത്തത്. ഒട്ടും മടിക്കാതെ വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് തക്കാളിക്ക ആഡ് ചെയ്ത് ലേശം ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നേരത്തെ വെച്ചിരിക്കുന്ന പിന്നെ വെജിറ്റബിൾ മിക്സിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഞാൻ കുറച്ച് എൻ്റെ കയ്യിൽ മറന്നുപോയി കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ചൊരു ഗാർലിക് പൗഡറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഒരു ടേസ്റ്റിനും ഒരു മണത്തിനും ഒക്കെ ആയിട്ട്. അപ്പം ഇത് നല്ലതായിട്ട് ഞാൻ തക്കാളിക്ക് എല്ലാം കൂടി ഇട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറ്, ഇത് ബസ്മതി റൈസാണ് കേട്ടോ. നമ്മുടെ സാദാ റൈസും ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇതിലേക്ക് പക്ഷേ ബസ്മതി റൈസാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ബസ്മതി റൈസും കൂടി ആഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ആവിയിലൊരു 5 മിനിറ്റ് വെക്കുമ്പോഴത്തേനെ നമ്മുടെ അടിപൊളി ഒരു വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.